യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്കിവിടെ ഇങ്ങനെ പാത്രം കഴുകിയും നിങ്ങളുടെ ഭാര്യയുടെ അടിപ്പാവട കഴുകിയും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആരും നിന്നെ കൊണ്ട് ക്ഷണിച്ചൊന്നും അല്ലല്ലോ, നീ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നതല്ലേ, അനുഭവിച്ചോ? ദേ, നിങ്ങൾക്ക് എന്റെ തനിക്കൊണം അറിയത്തില്ല കേട്ടോ. എന്റെ പൊന്നെ, നീ ഇങ്ങനെ കടിച്ചു കീറി തിന്നാൻ വന്നാലോ? ഞാനൊന്ന് പറയട്ടെ? വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. സിന്ധു, മൈഥിലി, നീ ഇതെവിടെയായിരുന്നു? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്താ ചേച്ചി? നീ ഇതിങ്ങ് തന്നെ. എന്താ കിടക്കട്ടെ? എന്താ കാര്യം? ആ വേലക്കാരി ആള് ശരിയല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം വന്നില്ലല്ലോ. വാ, വേഗം വാ, ഞാൻ നേരിൽ കാണിച്ചു തരാം. അവളെ അജയന്റെ മുറി കയറി കഥ കടച്ചിരിക്കുക. ചേച്ചി എന്താ ഈ പറയുന്നേ? നീ നേരിൽ വന്നു കണ്ട് ബോധ്യപ്പെട്, അപ്പം മനസ്സിലാവും. ഈ കള്ളക്കളി തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി. നീ വാ വാ. വാതിലടച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുറന്നതാവൂ. അവൾ അകത്ത് കയറി കഥ കടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾ അകത്ത് തന്നെ ഉണ്ടാവും, നീ ചെന്ന് നോക്ക്. ചെല്ല്. വാ മോളെ, വന്നിരിക്കേ. എന്താ മോളെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഈ മുഷിഞ്ഞ തുണികളൊക്കെ എന്തിനാ ചേട്ടാ ഇവിടെ ഇട്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ബാത്റൂമിൽ ആ ബക്കറ്റിൽ ഇടണമെന്ന്. ആ ചേട്ടൻ്റെ ഒരു കാര്യം. ഞാൻ എടുത്തോളാം. വേണ്ട, ആരില്ലെന്നേ, ഞാൻ തന്നെ ഇട്ടോളാം. പെണ്ണിന്റെ ഒരു കാര്യം. എന്റെ മോളെ, എന്റെ തുണിയൊക്കെ ഇനി ഞാൻ കഴുകിക്കോളാം. ഇനി എന്റെ മാത്രമല്ല, മോളുടെ വല്ല തുണി ഉണ്ടെങ്കിൽ അതും തന്നേക്ക്, അതും അജേട്ടൻ കഴുകിക്കോളാം. എന്ന് തുടങ്ങി അജേട്ടൻ ഈ നല്ല ശീലങ്ങളൊക്കെ? എന്താ മോളെ, ഒരാളെ നന്നാവാനും സമ്മതിക്കില്ല? അവിടെ നിന്നേ. എന്താ ചേട്ടാ അത്? ഏതായാലും ഒരു വഴിക്ക് പോവല്ലേ, അപ്പൊ ഇതോടെ ഇരിക്കട്ടെ. അജേട്ടൻ്റെ ഒരു കാര്യം. ശാപം, എന്തൊരു ഉളുമ്പോണോ ഇത്? ഇവളെന്താ മീൻ വെള്ളത്തിലാണോ കുളിക്കുന്നത്? എന്തായി? അവൾ അവിടെ ഒന്നുമില്ല, ചേച്ചിക്ക് തോന്നിയതാ. അല്ലെന്ന് ഞാൻ കണ്ടതാ. നീ എല്ലായിടത്തും നോക്കിയോ? പിന്നെ ബാത്റൂം വരെ ഞാൻ അരിച്ചു പെറുക്കി നോക്കി. മുറിയിൽ അജയേട്ടൻ മാത്രമേ ഉള്ളൂ. നീ വന്നേ. വാ. ഈ പെണ്ണും പിള്ള ജീവിക്കാൻ സമ്മതിക്കല്ലേ, അവർ തെളിയിക്കാൻ നടക്കുന്നു. വെച്ചിട്ടുണ്ട് തള്ളേ. ഇവളിതെവിടെ പോയി? ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. നീ വാ.
എന്തേ ചേച്ചി? മോളെ, ഞാൻ പറഞ്ഞത് സത്യ. ഞാൻ കണ്ടതാ അവൾ ആ മുറി കയറി കഥ കടക്കുന്നത്. ഞാൻ ചെവി ഓർത്തപ്പോ അവൾ അജയനോട് സംസാരിക്കുന്നതും കേട്ടു. ഓ, അങ്ങനെ ഈ സംഭവം ഉണ്ടായോ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? എന്താ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ? ഇതൊക്കെ കേട്ട എങ്ങനെയാ ചേച്ചി വിശ്വസിക്കുന്നേ? നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് പോയല്ലേ അവളെ നോക്കിയത്? അവള് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയായി മുറ്റത്ത് വന്നിരുന്ന് പാത്രം കഴിവൻ അവളെന്ന മാൻട്രാക്കിന്റെ മോളോ? അവൾ ആരുടെ മോളാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വാസ. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട്, അത് ഉറപ്പാ. ചുമ്മാ എന്നെ കൂടി ഭ്രാന്ത് പിടിപ്പിക്കല്ലേ ചേച്ചി? മൈഥിലി, ഡേ, ആ കവരി, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് റെസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോയിട്ടുരാം. അവിടെ ആ റവന്യൂ വകുപ്പിന്റെ മന്ത്രിയെ ജയകുമാറുണ്ട്. എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നഷ്ടം ഉണ്ടാക്കി തരാനുള്ള ഏതോ കേസാ. അല്ലാതെ ഇവന്മാരൊക്കെ എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഗുണപ്പെട്ടിട്ടുണ്ടോ? വാഗ്ദാനം അല്ലാതെ വേറൊന്നുമില്ലല്ലോ. എന്നാ ശരി, ഞാൻ പോയിട്ടുരാം. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല വിശ്വട്ടാ. എന്നാ കഥ അടച്ചിടന്നോ, ഞാൻ പോയിട്ടുരാം. ഈശ്വരാണോ ചേച്ചിയെ പോയത്? ഈ നേരത്തെ എങ്ങോട്ടാ? റെസ്റ്റ് ഹൗസിൽ മന്ത്രിയെ കാണണമെന്ന്. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഈടായിട്ട് എന്നോടൊന്നും പറയാറില്ലല്ലോ. അല്ല, അത് മനുഷ്യരുടെ പൊതു സ്വഭാവമാണല്ലോ. ഒന്ന് കിട്ടുമ്പോ വേറൊന്നും വേണ്ട. അജയേട്ടാ, ഓ വാ. മോളെ, നീ വാ. എടി, വാ ഇങ്ങോട്ട്. എപ്പോഴും അമ്മ വേണം. ആ, നീയായിരുന്നു. ചുമ്മാ ആളെ പേടിപ്പിച്ചാണല്ലോ മഹാഭാവി. അടിച്ചത് മുഴുവൻ വാഷ് ഔട്ടായി. അല്ല, നിന്നോട് ആരാ പറഞ്ഞ ഞാനിവിടെ ഉണ്ടെന്ന്? അണ്ണൻ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം ഞാൻ തപ്പി, അങ്ങനെ വന്നതാ. അയ്യോ, വളരെ നന്നായി. മനസമാധാനത്തോട് മനുഷ്യനെ ബോധം കെടാൻ പോലും സമ്മതിക്കത്തില്ലല്ലേ? അയ്യടാ, അവന്റെ ഒരു ഇളിയണ്ടില്ലേ? ഡേയ്, ഒരെണ്ണം വേണോ? അയ്യോ വേണ്ട, ഞാൻ കുടി നിർത്തി അണ്ണ. അയ്യോ, അതെപ്പോ? അത് ആതിരക്കുട്ടിയെ കിട്ടിയ നിമിഷം മുതൽ. പെങ്കോന്തൻ, അയ്യേ കാഷ്ടം. ആതിരക്കുട്ടിക്ക് മദ്യത്തിന്റെ മണമൊന്നും പിടിക്കില്ല അണ്ണ. അങ്ങനെയൊക്കെ വളർന്നതല്ലേ. അപ്പൊ പിന്നെ നമ്മൾ വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ നിന്നോട് ആരും പറഞ്ഞു അവൾക്ക് മദ്യത്തിന്റെ മണം പിടിക്കത്തില്ലെന്ന്? അവളുടെ ആങ്ങളെ പന്ന നാറി അജയനില്ലേ, അവൻ ഒന്നാം തരം തന്നെയാണെന്നാ ഞാൻ കേട്ടത്. അതുകൊണ്ടാണല്ലോ അന്ന് രാത്രി അവൻ വീട് മാറി കയറി എന്റെ പെങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കിയത്. സ്വബോധമുള്ള ആരെങ്കിലും നിന്റെ വീട്ടിന് പകരം എന്റെ വീട്ടിൽ ഒന്ന് കയറോടാ?